ഷിബു മീരാൻ നേരത്തെ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ചത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഇപ്പോൾ വിമർശനം മുഴുവൻ തങ്ങൾക്കെതിരെയാണ്. കുഞ്ഞാലിക്കുട്ടിയോട് ഒരു വിമർശനവുമില്ല. ലീഗിൽ നിന്നും ചില നേതാക്കളെങ്കിലും CPM-നോട് അനുകൂല സമീപനമാണ്, അല്ലെങ്കിൽ CPM-ലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു എന്നുള്ള വിമർശനം ഒരു ഘട്ടത്തിൽ വന്നിരുന്നതാണ്. അങ്ങനെ ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യവും യാഥാർത്ഥ്യമാണ്. പല വിഷയങ്ങളിലും പ്രതിപക്ഷം അതിശക്തമായി പ്രതികരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ മൗനവും നമ്മൾ കണ്ടതാണ്. ഞാൻ അതിന് ആദ്യമേ മറുപടി പറയാം. എന്നാലും എനിക്ക് നേരത്തെ ജയേന്ദ്രൻ മാഷ് പറഞ്ഞതിന് കൂടി മറുപടി പറയാൻ സമയം അനുവദിക്കുന്നു. സ്മൃതി, ഇവിടെ ഇപ്പൊ ജോസഫ് സി മാത്യു അദ്ദേഹം പറഞ്ഞതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ സാദിഖലി തങ്ങൾക്കാണ് മറുപടി പറയുന്നത്. സാദിഖലി തങ്ങളുടെ പേരെടുത്തും മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞു. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പേരാണ് സാദിഖലി തങ്ങൾ ഉപയോഗിച്ചത്. ഇനിയിപ്പോ കേരള നിയമസഭയ്ക്കകത്താണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൊന്നാനിയിലും മലപ്പുറത്തും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ചരിത്രത്തിലില്ലാത്ത വെല്ലുവിളിയാണ്, ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി തന്നെ നിയമസഭക്കകത്ത് നടന്നിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ആർക്കാണ് മറുപടി പറഞ്ഞേണ്ടതെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സാദിഖലി തങ്ങൾ വേറെ, PK കുഞ്ഞാലിക്കുട്ടി വേറെ, PMA സലാം വേറെ, അങ്ങനെ ഒരു ലീഗില്ല. ഈ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുമ്പോൾ അത് PK കുഞ്ഞാലിക്കുട്ടി കൂടുതലുള്ള മറുപടിയാണ്. പിന്നെ ഈ ഒത്തുതീർപ്പുണ്ട് എന്നുള്ള വാക്ക് നമ്മൾ എന്ന് മുതൽ കേൾക്കുന്നതാണ് സ്മൃതി. അതിനകത്തൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? നമുക്ക് വെറുതെ ഒരു ആക്ഷേപം എന്നൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ ഞങ്ങൾ CPM-നോട് എപ്പോഴെങ്കിലും ഒരു വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പാർട്ടി എന്ന നിലക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഏറ്റവും ഒടുവിൽ കേരള നിയമസഭക്കകത്ത് അടക്കം നടത്തിയ പ്രസംഗം നമ്മുടെ മുൻപിലുണ്ട്. ഇനി ജയേന്ദ്രൻ മാഷ് സൂചിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നു അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക്, സ്വാതന്ത്ര്യത്തിന് മുൻപ് അംബേദ്കറെ ഭരണഘടന നിർമ്മാണ സമിതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ അന്നത്തെ മുസ്ലിം ലീഗ് വഹിച്ച ഒരു പങ്കുണ്ട്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്, ഞങ്ങൾ ഇടതുപക്ഷവുമായി സഹകരിച്ചിട്ടുണ്ട്. 67-ലെ മന്ത്രിസഭ ഉണ്ടായിട്ടില്ലേ, അതിനുശേഷം എത്രയോ വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റാണ് സപ്തകക്ഷി ഗവൺമെന്റ്. പിന്നീട് 86-ൽ നമുക്കിടയിൽ ശരീഅത്തിന്റെ ഒരു സംവാദം അത് അതിനിശ്ചിതമായി നടക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. അതിനുശേഷം ഇന്ന് വരെ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതാണ് പ്രശ്നം എന്ന ആക്ഷേപം CPM ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ 2004 വരുമ്പോ ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് BJP-യെ മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന CPM-നെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിലപാടുകളിൽ അന്നൊന്നും ഒരു മാറ്റമില്ല. ഇടതുപക്ഷത്തോട് ഞങ്ങൾ നേരത്തെ സഹകരിച്ചവരാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ വിയോജിച്ച് UDF-ന്റെ ഭാഗമായപ്പോൾ ആത്മാർത്ഥതയോടെ UDF-ന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയെ, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ അങ്ങേക്ക് പരിഹസിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല എന്നാണ് ജയചന്ദ്രൻ മാഷ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അല്ലാതെ ഇടതുപക്ഷവുമായി നേരത്തെ ഞങ്ങൾക്കുണ്ടായിരുന്ന സഹകരണത്തെ ഒന്നും ഞങ്ങൾ എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ വിഷയത്തിന്റെ ഒരു സങ്കീർണത സ്മൃതി, ഈ ചർച്ചയിൽ വന്ന ഒരു പ്രത്യേകത, ഇപ്പോ നമ്മൾ ഇതിന്റെ ഭാഗമായ ആമുഖത്തിൽ എനിക്ക് പറയാൻ സമയം ലഭിക്കാതിരുന്നത് കൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന കൂടി കടന്നു വരുന്നുണ്ട്. സ്മൃതി, അതുമായി ബന്ധപ്പെട്ട് ജോസഫ് സി മാത്യുവിനോട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഒരു സംശയമുണ്ട്. CPM ഒരു പൊളിറ്റിക്കൽ ലൈൻ, അവരുടെ ലൈൻ മാറ്റുകയാണോ എന്നൊരു സംശയം സ്മൃതി സ്വാഭാവികമായി മുന്നോട്ട് വെച്ചു. ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു ഭാഗത്ത് ഈ രാജ്യസഭാ MP-മാരുടെ പേരിനെ മുൻനിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അപകടകരമായ ചില വർത്തമാനങ്ങൾ പറയുന്നത്. നേരത്തെ നരസിംഹവും ഭാസ്കറും എന്നു പേരുള്ള 2 മാനുവൽ സ്കാവഞ്ചേഴ്സ് കോഴിക്കോട് മരിച്ചപ്പോൾ നൌഷാദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി അവർ രക്ഷിച്ചു. അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തപ്പോൾ കടുത്ത, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ അത് തിരുത്താതെ തന്നെയാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനായി കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇപ്പോ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയ രൂപത്തിൽ ഭരണകൂടത്തെ ഒരു സെന്റിമെന്റൽ ബ്ലാക്ക്മെയിലിലൂടെ എന്തൊക്കെയോ തട്ടിയെടുക്കുന്ന ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് നിറവേറ്റണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഈഴവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ഇടയിൽ മാനസികമായ ഒരു അകൽച്ച ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നവർക്ക് അവസരമാകാതെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിന് കൃത്യമായ ഡാറ്റ പുറത്തുവിടണം. ഇവിടുത്തെ സിവിൽ സർവീസ് രംഗത്ത്, സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത്, പോലീസ് രംഗത്ത്, ജുഡീഷ്യൽ രംഗത്ത് മുസ്ലിം സമുദായത്തിന്റെ മറ്റ് സഹോദര സമുദായങ്ങളുടെ യഥാർത്ഥ പ്രാതിനിധ്യം എത്രയാണ്, ആരെങ്കിലും ഇവിടെ അവർക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ കയ്യിൽ വെക്കുന്നുണ്ടോ എന്ന ഡാറ്റയാണ്, എന്ന സത്യമാണ് അതിന് മറുപടിയായി വരേണ്ടത്. ആ സത്യം പറയേണ്ട ഒരു മോറൽ ഉത്തരവാദിത്വമുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനാണ്. നേരത്തെ നമുക്കൊരു അനുഭവം ഉണ്ട് സ്മൃതി, ഈ ക്ഷേത്രങ്ങളിലെ ദേവസ്വം ബോർഡിന്റെ വരുമാനം വലിയ അളവിൽ പള്ളികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് സംഘപരിവാർ ഇവിടെ പതിറ്റാണ്ടുകൾ ബോധപൂർവം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സത്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് കേരള നിയമസഭക്കകത്ത് തന്നെ കൃത്യമായ ഡാറ്റ വരുമ്പോഴാണ്. ഇതിന്റെ ശരിയായ ഡാറ്റ പറഞ്ഞുകൊണ്ട് ആരു തന്നെ ആയിരുന്നാലും ഇവിടുത്തെ സമുദായങ്ങൾക്കിടയിൽ ഒരു സംശയവും അകൽച്ചയും
ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിൽ ഇതിന്റെ സത്യം തുറന്നു പറയണം. കേരളത്തിലെ ഇടത് ഗവൺമെന്റ് ഇതിൽ മൗനം പാലിച്ചാൽ അതിന്റെ ഗുണം CPM-നല്ല യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോകുന്നത്, മറിച്ച് സംഘപരിവാറിനായിരിക്കും എന്ന ബോധ്യം കൂടി ഉണ്ടാകണം എന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് സ്മൃതി എന്നോട് ഉന്നയിച്ചില്ലെങ്കിൽ കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്മൃതി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.